വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കാണ് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം ഹൃദയത്തിന് വിടുതലായി, ജീവിതത്തിന് ചൈതന്യമായി മാറത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന, പരിശുദ്ധാത്മാ തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി തീരുവാൻ ഇടയാകട്ടെ. സങ്കീർത്തനം 51:12 നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെഴുത്തിൻ്റെ ഭാഗം. സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വാക്കുകൾ ഇന്ന് പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി വെളിപ്പെടുത്തുന്ന ദൂത്. ദാവീദ് പ്രാർത്ഥിക്കുക, എനിക്ക് തിരികെ തരണമേ, എനിക്ക് തിരികെ തരണം. പണ്ടുണ്ടായിരുന്നതാ ദാവീദിൻ്റെ പ്രാർത്ഥന, പണ്ട് ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നതാ, എന്നാൽ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് തിരികെ തരണമേ. വചനം പറയുന്നു, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ദാവീദിൻ്റെ പ്രത്യാശ കൈവിടുന്നില്ല. ദാവീദിൻ്റെ വിശ്വാസം അത് ജീവിതത്തിൻ്റെ തലങ്ങളിൽ നിന്ന് മാറുന്നില്ല. അത് മേടിച്ചെടുക്കുവാൻ നോക്കുന്നു. ദൈവത്തിൽ നിന്ന് എനിക്ക് തിരികെ തരണമേ. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവ് ആഴും ശക്തമായി ഇടപെടുന്ന ദൂത് ഇപ്രകാരം ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലേ, എനിക്ക് അത് തിരികെ തരണമേ. മുമ്പുണ്ടായിരുന്നതാ, എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നതാ, എന്നാൽ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ പദം, ഈ വാക്കുകൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിയുക. ദാവീദിനെ പോലെ പ്രാർത്ഥിക്കുമ്പോൾ ചില ദൈവപ്രവർത്തികൾ കുടുംബത്തിൽ, കൂടാരത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ദാവീദ് പറയുന്നു, എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ലഭിച്ചപ്പോൾ ഉള്ള സന്തോഷം എന്നാൽ ഇന്ന് ഇല്ലാത്ത ഒരു സ്ഥിതി. പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് നമ്മളോട് വളരെ വ്യത്യസ്തമായി സംസാരിക്കുക. ഒരു വീട് ഞാൻ ആഗ്രഹിച്ചു, അത് ഞാൻ ചോദിച്ചു, അതെനിക്ക് ദൈവം തന്നു, എന്നാൽ അന്നത്തെ ആ സന്തോഷം ഇന്ന് ആ വീട്ടിൽ പാർക്കുമ്പോൾ എനിക്ക് ഇല്ലാതിരിക്കുന്നു. ജോലി ഞാൻ ആഗ്രഹിച്ചു, അത് ലഭിച്ചപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് എൻ്റെ സ്ഥിതി, ആ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ആ സന്തോഷമില്ല. വിദേശത്ത് പോകണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു, വളരെ വാഞ്ചയായിരുന്നു, അത് സംഭവിച്ചു, അപ്പോൾ വലിയൊരു സന്തോഷം. എന്നാൽ ഇന്ന് ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ഹൃദയം സന്തോഷത്തിൻ്റെ തലം ലെവലേശമില്ല. വിദ്യാഭ്യാസം ഞാൻ ആഗ്രഹിച്ചത് ദൈവം എനിക്ക് തന്നു, എന്നാൽ ഇന്ന് ഞാൻ ആ പഠനത്തിലായിരിക്കുമ്പോൾ, ഇന്ന് ഞാൻ ആ വിദ്യാഭ്യാസത്തിലായിരിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. നഷ്ടപ്പെട്ടു പോയ സന്തോഷം. ദൈവത്തിൻ്റെ പൈതലേ, വാസ്തവമല്ലേ, യാഥാർത്ഥ്യമല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ദൂത് കഴിഞ്ഞ കാലങ്ങളിൽ മേടിച്ചെടുത്തപ്പോഴൊരു സന്തോഷമുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് അത് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. തിരികെ തരുക ശക്തനായ ദൈവം. സന്തോഷം ജീവിതത്തിൻ്റെ തലങ്ങളിലേക്ക് മടക്കി തരുക മതിയായ ദൈവം. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽക്കാല ശക്തിയോടെ ദൂതേറ്റെടുക്കട്ടെ. തിരികെ തരണമേ എന്നുള്ള പ്രാർത്ഥന പോലെ, ദാവീദിൻ്റെ പ്രാർത്ഥന പോലെ ഇന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കാവോ? ഇന്ന് ഈ പദം പറഞ്ഞ്, ഈ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാവോ? സാഹചര്യങ്ങളെ സ്വർഗം അത്ഭുതകരമായി തിരിക്കാൻ പോവുക. നഷ്ടപ്പെട്ട എൻ്റെ കുടുംബം എൻ്റെ ദൈവം എനിക്ക് തിരികെ
തരണമേ. നഷ്ടപ്പെട്ട എൻ്റെ സമ്പത്ത് എൻ്റെ ദൈവമേ നീ എനിക്ക് തിരികെ തരണമേ. നഷ്ടപ്പെട്ട എൻ്റെ ജോലി ദൈവമേ നീ എനിക്ക് തിരികെ തരണമേ. നഷ്ടപ്പെട്ട എൻ്റെ തലമുറയെ നീ എനിക്ക് തിരികെ തരണമേ. ജീവിതത്തിൻ്റെ കൂടാരങ്ങളിൽ മുമ്പുണ്ടായിരുന്നു, എന്നാൽ ഇന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിലുണ്ടായിരുന്നു, ഇന്നത് നഷ്ടമായിരിക്കുകയാ. കർത്താവിന് കഴിയും. വിശ്വാസത്തോടെ ആര് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എനിക്കത് തിരികെ തരണം. ദാവീദ് പ്രാർത്ഥിക്കുക, ആ രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരികെ തരണം. ദൈവത്തിൻ്റെ വൈതിലെ എന്താ ദൈവം തിരികെ തരാനുള്ളത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എന്താ മേടിച്ചെടുക്കാനുള്ളത്? ഇന്ന് ദൈവത്തിൻ്റെ ദൂത പരിശുദ്ധാത്മാവ് ആഴമായി വെളിപ്പെടുത്തുക. നഷ്ടപ്പെട്ടതിനെ തിരികെ ചോദിച്ചോ, നഷ്ടപ്പെട്ടതിനെ തിരികെ ചോദിച്ചോ. ദൈവവിധ ഒരുക്കുന്നു, ദൈവവിധ മടക്കി തരാൻ പോകുന്നു. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ കരം ചാഞ്ഞിറങ്ങാൻ പോവുക. അതിശക്തമായ ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. അതിശക്തമായ ദൈവിക വിടുതൽ ദൂതിന്മേൽ ചലിക്കുക. തിരികെ തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകാതിരിക്കുവോ, ദൈവം കൊടുക്കാതിരിക്കുവോ? ദൈവത്തിൻ്റെ വൈതിലെ നഷ്ടങ്ങളുടെ ആ വേദനയും നൊമ്പരത്തിലും ജീവിക്കേണ്ട. പ്രത്യാശയുടെ വാക്കുകൾ, പ്രത്യാശയുടെ അനുഭവത്തിൽ പ്രാർത്ഥനയിൽ തുടരുവാനിടയാകുമ്പോൾ ദാവീദ് ചോദിച്ചതുപോലെ തിരികെ മേടിക്കുന്നൊരു ദൈവപ്രവൃത്തിയുണ്ട്. അപ്രകാരം ദൈവത്തിൻ്റെ കരം ചാഞ്ഞിറങ്ങും. ദൈവം വിടുവിക്കും. എൻ്റെ രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരികെ തരണമേ. തിരികെ തരാൻ പോവാ ദൈവം. പല കാര്യങ്ങളും നഷ്ടപ്പെട്ടതിതാ ദൈവം മടക്കി തരാൻ പോവാ. പ്രാർത്ഥിക്കട്ടെ, ദൈവം ചെയ്യും. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കുക. നിത്യനായിരിക്കണം ദൈവമേ സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സന്തോഷം പോയിരിക്കുന്നു. ഇപ്പോൾ ആയിരിക്കും തലം ആദ്യം പ്രാപിച്ച സന്തോഷങ്ങളില്ല, ആദ്യം നേടിയെടുത്തപ്പോൾ ആനന്ദങ്ങളില്ല. ദൈവം മടക്കി കൊടുക്കണം. കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ നഷ്ടപ്പെട്ടതൊക്കെ ദൈവം തിരിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളും തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.